നെയ്മർ ജൂനിയർ ലോകം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ. നമ്മൾ ഇന്ന് നെയ്മറിനെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കളിപ്പിക്കാൻ പോവാണ്. അപ്പം 5 സീസണാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ 5 സീസൺ കൊണ്ട് നമുക്ക് നെയ്മറിനെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് പഠിപ്പിക്കാം. ചുമ്മാതെ പോയെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമല്ല, നമുക്ക് കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അതായത് ആദ്യം തന്നെ നെയ്മറിനെ നമ്മൾ EFL ലീഗിലെ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ ടീമിൽ നമ്മളിടും. എന്നിട്ട് അതിലാണെങ്കിൽ ലോ റേറ്റഡ് പ്ലേയേഴ്സ് ആണ് അധികം ഉള്ളത്. നെയ്മറിന് മാത്രം നമുക്ക് റേറ്റിംഗ് അല്പം കൂട്ടി കൊടുക്കാം, കാരണം പുള്ളിക്കാരൻ്റെ പ്രൈമിലെ റേറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ യങ് ലുക്കും ആയിരിക്കും. പിന്നെ നമുക്ക് ആ ടീമിൽ നിന്ന് കളിച്ച് വേണം 5 സീസൺ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ സ്പിൻ വീൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്പിൻ വീൽ വെച്ച് നമുക്ക് ഓരോ പോസിറ്റീവ് നെഗറ്റീവ്സും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട്, അപ്പോൾ ചിലപ്പം അതിൻ്റെ അത് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം നെയ്മറിൻ്റെ ടീം വീണ്ടും നമുക്ക് എന്താ പറയുക സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. സോ നമുക്കങ്ങനെ ടീം സ്ട്രെങ്ത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ ലൈക്ക് നെയ്മറിൻ്റെ പേസ് 0 ആക്കുക എന്നുള്ള പോലത്തെ ഒക്കെ. അപ്പം നമുക്ക് തുടങ്ങാം. പിന്നെ ചിലപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ വേൾഡ് കപ്പ് ഒന്നും അടിക്കാൻ പറ്റില്ലെന്ന് വരും. അത് കുഴപ്പമില്ലല്ലോ അല്ലേ? അത് വിട്. അപ്പം നെയ്മർ ഇപ്പോൾ ഓക്സ്ഫോർഡിൽ എത്തിയിരിക്കുകയാണ്. നെയ്മർ ഇതുവരെ കളിക്കാത്ത ലീഗ് പ്രീമിയർ ലീഗ്. അപ്പോൾ പ്രീമിയർ ലീഗിന് ടീംസിനെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് നെയ്മർ കളിക്കുന്നത്. 7ാം നമ്പരം അതോടുള്ള മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വാഡ്. സത്യം പറഞ്ഞാൽ ഇതിൽ നെയ്മർ മാത്രമേ ഉള്ളൂ കൊള്ളുന്നത്. 89 റേറ്റിംഗ് ആണ്, 90 ആയില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റ് സീസൺ നമുക്ക് സിം ചെയ്താലോ? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഫസ്റ്റ് സീസൺ നെയ്മർ. 2000 years later. ഓൾറൈറ്റ്, ഇപ്പം നെയ്മറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കാം. 54 കളിയിൽ നിന്ന് 31 ഗോളും 10 അസിസ്റ്റും. ഓൾറൈറ്റ്, കൊള്ളാം. ബട്ട് EFL നമുക്ക് പ്രൊമോഷൻ ഇല്ല. 6ാം സ്ഥാനമായി. 1 or 2 ആയിരുന്നെങ്കിൽ പ്രൊമോഷൻ ഡയറക്റ്റ് പ്രീമിയറിലേക്ക് കയറായിരുന്നു. ഇപ്പം എനിക്കൊന്ന് പ്ലേ ഓഫ് ഉണ്ടെന്ന് തോന്നുന്നു. അതും പോയി. ഇപ്സ്വിച്ചുമായിട്ട് നമ്മൾ 3-1 പൊട്ടി. അപ്പം പ്രൊമോഷൻ ഇല്ല. അപ്പം ഈ പ്രാവശ്യം പ്രീമിയർ ലീഗ് ഇല്ല. ബട്ട് ഇപ്പം 2026 അപ്പം ബ്രസീൽ എന്തായാലും വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടായിരിക്കും. അപ്പം വേൾഡ് കപ്പിൽ നെയ്മർ സ്കോർ ചെയ്യുമോ അതോ ബ്രസീൽ വേൾഡ് കപ്പ് അടിക്കുമോ നമുക്ക് നോക്കാം. നമുക്ക് റൗണ്ട് ഓഫ് 32 തൊട്ട് നോക്കാം. ആദ്യമായിട്ട് ജർമ്മനിയായിട്ട് ജയിച്ചു 2 ഗോളിന്. നമ്മൾ 1 ഗോളിന് ഇംഗ്ലണ്ടുമായിട്ട് തോറ്റു. ബട്ട് ഫൈൻ. ഓക്കെ, നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് പോകാം. നല്ലൊരു കിണ്ണം പ്ലെയറിനെ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഇനി പ്രീമിയർ ലീഗിലേക്കൊക്കെ പ്രൊമോട്ട് ആവാൻ പറ്റത്തുള്ളൂ. സൈന ബ്രസീലിയൻ 28 വയസ്സുള്ള ബ്രസീലിയൻ സ്ട്രൈക്കറോ റിച്ചാർഡ്സൺ വേണ്ട ഉണ്ട്, ഐറ്റും ഉണ്ട്. ആർസണലിൽ ഇപ്പോൾ നമ്പർ 9 ആയിട്ട് കളിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും ഗബ്രിയേൽ ഹീസൂസ്. അങ്ങനെ ആളെ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. ബ്രസീലിൻ്റെ 28+ റേറ്റഡ് സ്ട്രൈക്കർ, നെയ്മറിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള സ്ട്രൈക്കർ. സോ ആള് നമ്മുടെ ടീമിലേക്ക് വന്നേക്കുവാണ്. അപ്പം കുറച്ചും കൂടെ സ്ട്രൈക്കിങ്ങിൽ പുള്ളി അടിപൊളിയായിരിക്കും. അപ്പം നമ്പർ 10 റൈറ്റ്. നെയ്മറിന് 7, ഹീസസിന് 10. അയാൾക്കില്ല, നമുക്ക് മാറ്റാം. 2000 years later. സീരിയസ്ലി 48 കളിയിൽ നിന്ന് 40 ഗോളും 22 അസിസ്റ്റും. ഹി ഈസ് കുക്കിംഗ്. Meanwhile, ബ്രോ സീരിയസ്ലി 3rd 40 ഗോളൊക്കെ പിന്നെ എവിടെ അടിച്ചത്? ഒന്നും ഇല്ലേ, ഗോള് മാത്രമുണ്ട്. ഇപ്പൊ കപ്പുമില്ല കോപ്പുമില്ല, ഒന്നുമില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഗോൾ അടിച്ചിട്ടുണ്ട്, 29ഉം 40ഉം ഒക്കെ. പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. ഓക്കെ, ഇനിയിപ്പം അടുത്ത സ്പിൻ വീലിലേക്ക് പോവാം. ഇപ്രാവശ്യവും തേക്കാതിരുന്നാ മതിയായിരുന്നു. പറയാൻ പറ്റത്തില്ല, വല്ല 0 പേസ് ആയിരിക്കും തരാൻ അങ്ങോട്ട്. നല്ല ഒരെണ്ണം തരണേ. ബ്രസീലിയൻ ഇല്ല, ഒരുപോലെ ഇരിക്കുന്ന കാരണം അറിയാൻ മേല. സൈൻ ടു ബ്രസീലിയൻ 100 under 20. എടാ ഞാൻ എന്താ നേഴ്സറി പോയി തപ്പണ, എന്തുവാ ഇത്?
ബട്ട് എനിക്കിപ്പോൾ 2 ഓപ്ഷൻസ് കിട്ടി. ഒന്ന് എസ്തവാവോ, നമ്മുടെ ചെൽസിയുടെ സ്ട്രൈക്കർ. ബ്രസീൽ ഈ വട്ടം വേൾഡ് കപ്പിന് കോളപ്പൊന്നും കിട്ടിയില്ല, പക്ഷേ പുള്ളി ഒരു അടിപൊളി പ്ലെയറാണ്. നമുക്ക് ഒരെണ്ണം പുള്ളി തന്നെ സെലക്ട് ചെയ്യാം. ഇവരെ 2 പേരെയും നമുക്ക് സൈൻ ചെയ്യാം. അപ്പം റയാൻ ആൻഡ് എസ്തവാവോ. അപ്പം നമ്മുടെ ടീം സെറ്റായിട്ടുണ്ട്. റയാൻ വിറ്റോർ, എസ്തവാവോ, നെയ്മർ, ഹീസസ്. അപ്പം ഡിഫൻസ് കുറച്ച് വീക്ക് ആണെങ്കിലും FL ഇത് മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 2000 years later. എനിക്ക് തോന്നുന്നത് നെയ്മറിന്റെ ബെസ്റ്റ് സീസണാണെന്ന് തോന്നുന്നു ഇത്. 40 ഗോളും 22 അസിസ്റ്റും. 101% ഉറപ്പാണ് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിലും പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പോകും. അത്രേ ഉള്ളൂ. പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് പോകാൻ പോവാണ്. അടിപൊളി. വേറെ കപ്പൊന്നും ഇല്ല. ഇറ്റ്സ് ഫൈൻ. Several days later. അങ്ങനെ നമ്മൾ ഫൈനലി പ്രീമിയർ ലീഗിലേക്ക് എത്തിയിരിക്കുകയാണ്. നെയ്മർ പ്രീമിയർ ലീഗിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പിന്നാണ് പ്രീമിയർ ലീഗിൽ കയറിയിട്ട് തേയാതിരുന്നാൽ മതിയായിരുന്നു. ഒരു നല്ല ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രീമിയർ ലീഗിൽ നിന്ന് വീണ്ടും റെലിഗേറ്റായി വീണ്ടും EFL കളിക്കേണ്ടി വരും. എനിക്ക് വയ്യ. നല്ലൊരെണ്ണമായിരിക്കണേ. അടിപൊളി. സൈൻ 2 ബ്രസീലിയൻസ് 30+, 30 വയസ്സിൽ കൂടുതലുള്ളൊരു 2 ബ്രസീലിയൻ പ്ലേയേഴ്സ്. ഓക്കെ, Gang with a brand new watch. When it comes to South London, LD's got a top 3 spots. Biggie D, I'm a one on bandit. Heard a new match, just landed. Cheese, pop it, chop it, sand it, hand it. The burger, I can't stand. പിന്നെ അല്ല, ഒരു ഡിഫൻഡറിനെ വേണമെന്ന് വിചാരിച്ചു. എഡർ മിലിറ്റാവോ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്ക്വാഡിന് നല്ലൊരു ഡിഫെൻസീവ് പ്ലെയറിനെ വേണമായിരുന്നു. അപ്പം പെർഫെക്റ്റ് പ്ലെയറിനെ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഡിഫൻസിൽ കുറച്ചും കൂടെ അടിപൊളിയായി. ഇനി 30 വയസ്സുള്ള ഒരു പ്ലെയറും കൂടെ. അത് എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പറാണ് നമുക്കില്ലാത്തത്. അപ്പോൾ നമുക്ക് ഗോൾ കീപ്പറിന് വേണ്ടി പോകാം. അലിസനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അറിയാലോ, അലിസനെ അറിയാത്ത ഒരു ഫുട്ബോൾ പ്രേമി കാണില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ അവർ ജനറേഷൻ. നമുക്ക് പുള്ളീനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടീമിൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഡിഫെൻസീവ്ലി ഓൾറെഡി നമ്മൾ കൂട്ടിക്കഴിഞ്ഞു ഇടർമിച്ചവനെ കൊണ്ട്. അപ്പം ഇനി ഗോൾ കീപ്പിംഗ് കൂടെ ടോപ്പായിട്ടുണ്ട്. അപ്പം നമ്മളിനി കളിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗാണ്. അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ സെറ്റപ്പ് അറിയാമല്ലോ, ഫുള്ള് ടോപ്പ് ടീംസാണ്. അപ്പം കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇമാതിരി ഐറ്റംസിനെ ഇറക്കിയേ പറ്റൂ. നേരെ ലിവർപൂളിൽ നിന്ന് പയ്യനെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സീസണിലേക്ക് സിം ചെയ്യാം. 2000 years later. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സീസൺ ഇൻ പ്രീമിയർ ലീഗ് നമ്മൾ സിം ചെയ്തിരിക്കുകയാണ്. 46 കളിയിൽ നിന്ന് 19 ഗോളും 8 അസിസ്റ്റും. അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കാരണം പ്രീമിയർ ലീഗ് ആണ്. EFL പോലെ അത്ര ഈസി അല്ല ഗോൾ അടിച്ച് കൂട്ടാൻ. എല്ലാവരും ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കപ്പടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു സീസണിൽ. അപ്പം കുഴപ്പമില്ല, നെയ്മറിനൊരു ആവറേജ് സീസൺ. ഇത് ശരിക്കും സർപ്രൈസിങ് ആണ്, കാരണം ഫസ്റ്റ് പ്രീമിയർ ലീഗ് സീസണിൽ തന്നെ 3ാം സ്ഥാനം. നേരെ EFL നിന്ന് വന്നിട്ട് 3ാം സ്ഥാനം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം മാൻ, എമിറേറ്റ്സ് FA കപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. മതി, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു കപ്പും ഇല്ല, വേറെ വേണ്ട. FA കപ്പ് അടിച്ചു, പ്രീമിയർ ലീഗ് 3ാം സ്ഥാനവും. ഫൈൻ, നമുക്ക് നമ്മുടെ സ്ക്വാഡ് പോയി നോക്കാം. ഓക്കെ, ഈസസ് ഒന്നും കൂടിയിട്ടേ ഉള്ളൂ 1 പോയിന്റ്. നെയ്മർ 93 റയാൻ 91, എസ്താവോ 89. എല്ലാവരും നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ആ ലെഫ്റ്റ് ബാക്കും സെൻറ്റർ മിഡ്ഫീൽഡും കൂടെ ഒന്ന് സെറ്റായാൽ മതി. ടീം ഓക്കെ ആയി. കുറച്ച് ബെഞ്ച് സ്ട്രെങ്തും കൂടെ നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനെ കയറ്റാം. അപ്പോൾ നമുക്ക് സ്പിൻ വീൽ ടൈമാണ്. ഇപ്രാവശ്യം ഏത് പ്ലെയറിനെ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടും, കാരണം ഇനി 2 എണ്ണം നെഗറ്റീവും 1 പോസിറ്റീവും ആണ്. നമ്മുടെ ലക്ക് എത്ര ഉള്ളത് നോക്കാം. നെയ്മർ ലോസി സ്പേസ് എല്ലാവരും സൈറ്റ് നല്ലതായിരിക്കും. ബ്രോൺസ് പ്ലെയർ സൈൻ 2 ബ്രസീലിയൻ ഫ്യൂച്ചർ സ്റ്റാർസ്. ഫൈൻ, ബ്രസീലിയൻ ഫ്യൂച്ചർ സ്റ്റാറും ചെൽസി. ഇപ്പം ചെൽസിയിലായതുകൊണ്ട് 3ാമത്തെ പ്ലെയർ ആണെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്. അതെ, ആൻഡ്രേ സാന്തോസ്. ഇപ്പം നമ്മുടെ അടുത്ത ബ്രസീലിയൻ ഫ്യൂച്ചർ സ്റ്റാർ ഈസ് ആൻഡ്രേ സാന്തോസ്. അപ്പം ആളൊരു അടിപൊളി പ്ലെയർ ആണ്.
നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, വേൾഡ് കപ്പ് ഒന്നും കളിക്കുന്നില്ല, ബട്ട് ഹീസ് നൈസ് പ്ലെയർ. അപ്പോൾ ആളെ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത ഞാൻ സൈൻ ചെയ്യുന്ന ഒരു റീജിയൻ പ്ലെയർ ആണ്. അപ്പം ഇൻ ഗെയിം ഫ്യൂച്ചർ സ്റ്റാർ ആണ്. ഇറ്റ്സ് ഫൈൻ. Several days later. ഈ ടീമൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സും നല്ല ടോപ്പായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അലിസണൊക്കെ 34 വയസ്സുണ്ട്, എങ്കിലും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. 87 റേറ്റിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സിലേക്ക് പോവാം. എൻ്റെ മോനെ 62 കളിയിൽ നിന്ന് 53 ഗോളും 44 അസിസ്റ്റും. ഇനി ചാമ്പ്യൻസ് ലീഗിൽ നോക്കാം. 10 ഗോളും 10 ഗോള്. ഇനി അസിസ്റ്റ് എത്ര നോക്കാം. 28 ഗോൾ കോൺട്രിബ്യൂഷൻ ചാമ്പ്യൻസ് ലീഗ് മാത്രം. പ്രീമിയർ ലീഗ് കൊലത്തൂക്ക്. നമുക്ക് സ്ക്വാഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വിസസിനൊക്കെ ഇപ്പോൾ നല്ല പ്രായമായിട്ടുണ്ട്. എന്നിട്ട് ഗ്രോ ചെയ്തു ഒരു പോയിന്റും കൂടെ 83. എല്ലാവരും നല്ലോണം ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീമിയർ ലീഗ് അടിച്ചൊന്ന് പോയി നോക്കാം. പിന്നെ അല്ല, പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്ന് അടിക്കുന്നത് വിചാരിച്ചില്ല. അടുത്ത് എന്തെന്ന് നോക്കാം. FA കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് ആദ്യത്തെ കളിയായിരുന്നു തോന്നുന്നു, അത് അടിച്ചിട്ടുണ്ട് ഓൾറെഡി. എമിറേറ്റ്സ് കപ്പില്ല. കാരബാവ് കപ്പ് അടിച്ചു. ഫൈൻ. UEFA സൂപ്പർ കപ്പ് ഒന്നും ഇല്ല. ബ്രോ ഫൈനല് നമ്മളെങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഫൈനൽ കളിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഗെയിം പ്ലേ മുഴുവൻ ഇടാന്നാണ്. ഇനിയിപ്പം ഞാനിത് മുഴുവൻ കണ്ടിരുന്ന് വളവള അടിച്ചടിച്ച് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ഗോൾസും നല്ല ഷോട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ അത് ഇടാം. അപ്പം നമുക്കൊന്ന് കളിച്ചു നോക്കാം. കാരണം ഇത് ഫൈനൽ മാച്ചാണ്. 5 സീസൺ കൊണ്ട് നമ്മൾ ഫൈനലിൽ കയറി. ഓക്കെ, അടിച്ചു. ഹാലൻഡ് ഇപ്പം തൂക്കിയേനെ, എല്ലാം കുരുത്തം കട്ടാൻ വന്ന് തീർത്തേനെ. നെയ്മ 94 റേറ്റർ അല്ലേ? നോക്കാം. ഇതെന്ത് തേക, 95 സ്പീഡ് ഉണ്ടല്ലോ, അനങ്ങുന്നില്ല ആള്. മഴയാണ്ടെന്ന് തോന്നുന്നു. ഗ്രൗണ്ട് ഭയങ്കര ഹാർഡ്. എന്ത് പാസ്സാണ് എസ്തവാവോ. നമ്മുടെ മറ്റേ ലെഫ്റ്റ് ബാക്കിന് പ്ലേയിങ് സ്റ്റൈലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണോ? നൈസ്. നെയ്മ അടിക്കടാ. ഇതാരിത്? ഈസി. ആള് ഇപ്പൊ തന്നെ ഓൾറെഡി 8 ഗോൾ അടിച്ചു. ഇതിപ്പോ 5ാമത്തെ ഗോള് ചാമ്പ്യൻസ് ലീഗില്. നെയ്മ ഇതും നമ്മുടെ 2018 വേൾഡ് കപ്പ് ലുക്കുള്ള നെയ്മറാണ്. കാണാൻ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക. അതെങ്ങനെ? ഞാനത് പോയെന്ന് വിചാരിച്ചു. അത് ഒരു ബാലൻസ് ഇല്ലാതെ കൊടുത്ത പാസ്സാ. പക്ഷെ സാരം ഗോള് കയറി. ഗബ്രിയൽ ഹീസൂസ്. ഏതാ സൈനിങ്, ടോപ്പ് സൈനിങ്. നെയ്മർ മാത്രം ഗോൾ അടിച്ചില്ല. നെയ്മറിനെ കൊണ്ട് അടിപ്പിക്കാൻ നോക്കാം മാക്സിമം. തുളടാ വയ്യ ഗോഡിയോളൊന്നും. നിങ്ങളിപ്പോ കേട്ട് ഞാൻ വെച്ചുണ്ടാക്കിയ നെയ്മറിന്റെ ഒരു പാട്ടാണ്. കിടക്കട്ടെ. നെയ്മ സ്കില്ലൊക്കെ ഇട്ടാ. പാളിപ്പോയി, കുഴപ്പമില്ല. ഞാനിപ്പം സ്കില്ലൊക്കെ പഠിച്ച് സെറ്റായി വരുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നെയ്മറിന്റെ സ്കില്ലൊക്കെ ഞാൻ കാണിച്ചു തരാം. വാടാ, എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. ഓക്കെ. കൊന്ന് എടാ ഇഞ്ചോടാലേ കൊടുക്ക് റെഡ് കാർഡ്. 3 നീയൊക്കെ എന്തടിക്കാൻ? 56 മിനിറ്റ് അടിക്കല്ലേ അലിസോൺ. കണ്ട, ഞാൻ സൈൻ ചെയ്ത പ്ലേയേഴ്സ് എല്ലാം അല്ല അന്യായ കളിയാ. നിങ്ങൾ കണ്ടോ? അതാണ് ടോപ്പ് സൈനിങ്സ്. അയ്യോ, അലിസോൺ ജയിച്ചു. അപ്പൊ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.
ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടാം. അത് നിങ്ങൾ കണ്ടില്ല ഞാൻ ഇട്ടോട്ടിരിക്കാൻ പോണ്. ഓക്കെ, ബി കൺസിസ്റ്റന്റ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, മണിയൊക്കെ അടിക്കുക. ബൈ. Whole crowd leaning on. One touch, one glance, one song, and the whole night home's alone. He don't need to say much, moves like a clean cut crush. When he turns that way, everybody makes space.